നമസ്കാരം. ഇന്നലെ മാത്രം വന്ന വാർത്തകളിൽ ചിലതു മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. സർക്കാരിനെ കുറ്റപ്പെടുത്തലോ അവഹേളിക്കലോ ഒന്നുമല്ല, ഞെട്ടലും ഭീതിയും കൊണ്ട് പറയുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് വെമ്പായത്ത് ഓമന എന്ന വയോധികയായ അമ്മയെ മകൻ മണികണ്ഠൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി. മദ്യപാനിയായ മണികണ്ഠൻ അമ്മയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു അത്രേ. മദ്യപിക്കാൻ പണം നൽകാത്തതിനാണ് അയാൾ അമ്മയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ കാർത്യായനി എന്ന 86-കാരിയെ പേരമകൻ റിജു മർദ്ദിച്ചു കൊലപ്പെടുത്തി. അമ്മൂമ്മ തൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മദ്യപാനിയായ റിജു അവരെ മർദ്ദിച്ചത്. മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുകയായിരുന്ന കാർത്യായനി ഇന്നലെ മരണത്തിന് കീഴടങ്ങി. കൊല്ലം ചിതറയിൽ യുവാവിനെ 5-അംഗ സംഘം കുത്തിക്കൊന്നതും ഇന്നലെയാണ്. കണ്ണൂർ രാമന്തളിയിൽ അച്ഛൻ്റെ കാല് സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ തല്ലിയൊടിച്ച വാർത്തയും ഇന്നലെയാണ് പുറത്തു വന്നത്. അമ്പുവിൻ്റെ കാലാണ് മകൻ അനൂപ് മദ്യപിച്ചു വന്ന് തല്ലിയൊടിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്യസംസ്ഥാന തൊഴിലാളി ദിലീപ് വർമ്മ എന്ന പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചതും ഇന്നലെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ഭയമാകുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ. സ്വന്തം അമ്മയോടും അച്ഛനോടും അമ്മൂമ്മയോടുമൊക്കെ ഇത്തരത്തിൽ ക്രൂരത കാണിക്കുന്നവർ മറ്റുള്ളവരോട് എത്തരത്തിലായിരിക്കും പെരുമാറുന്നത്? രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കാലമാണിത്. റോഡിൽ ഒരാളെ നോക്കി ചിരിച്ചാൽ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് മർദ്ദിക്കും. വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് കുത്തിക്കൊല്ലും. വെറുതെ ഒരാളെ നോക്കിയാൽ പോലും തുറിച്ചു നോക്കി എന്ന് പറഞ്ഞായിരിക്കും ആക്രമണം. ഇതൊന്നും ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. ഇതൊക്കെ സമീപകാലങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ മദ്യവും മയക്കുമരുന്നും യുവതലമുറയെ കീഴടക്കിയിരിക്കുന്നു. വീട്ടമ്മമാർ പോലും ഇന്ന് മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട്. അതിനുത്തരവാദി ഭരണകൂടം തന്നെയാണ്. കഞ്ചാവും MDMAയും ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ പിടികൂടാത്ത ഒരു ദിവസം പോലുമില്ല കേരളത്തിൽ. കൗമാരക്കാരായ പെൺകുട്ടികൾ പോലും ലഹരിക്ക് അടിമകളാണ്. മാതാപിതാക്കൾക്ക് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നുമില്ല. 2 കൊല്ലം മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു DYFI നേതാവിനെ പോലീസ് പിടികൂടി അയാളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ വീട്ടമ്മമാരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അടക്കം 30ഓളം പേരുമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കണ്ടെടുത്തു. കുറച്ചു ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം ഇയാൾ പുറത്തിറങ്ങി. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കോടികൾ മുടക്കി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു തലമുറ തന്നെ വഴിതെറ്റിപ്പോകുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ പല നഗരങ്ങളിലും പാതിരാത്രി വരെ കൗമാരക്കാർ ജീവിതം ആഘോഷിക്കുകയാണ്. പലരുടെയും ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും തന്നെ. വേടൻ്റെ പരിപാടി റദ്ദാക്കിയപ്പോൾ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കൗമാരക്കാർ പരിസരം മറന്ന് ബഹളം വെച്ചതും അക്രമാസക്തരായതുമൊക്കെ നമ്മൾ കണ്ടന്തം വിട്ടതാണ്. ലഹരി മരുന്നിനെതിരായി വേദികളിൽ തൊണ്ട പൊട്ടിപ്പാടുകയും വേദി വിട്ടാൽ കഞ്ചാവടിച്ച് കിറങ്ങിക്കിടക്കുകയും ചെയ്യുന്നവരെ രാഷ്ട്രീയ മുതലെടുപ്പിനായി സംഗീതജ്ഞരാക്കി ഉയർത്തിക്കാട്ടി യേശുദാസിനെയും ജയചന്ദ്രനെയും MG ശ്രീകുമാറിനെയും ഒക്കെ പോലെയുള്ളവരെ അപമാനിക്കുകയല്ലേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ? കഞ്ചാവടിക്കുന്ന വേടനെ ആരാധിക്കുന്ന പുതുതലമുറ അയാളെ അനുകരിക്കുകയും ചെയ്യുകയല്ലേ? ഇട്ടാവട്ടം പോലെയുള്ള കേരളത്തിൽ എന്തിനാണ് ഇത്രയധികം മദ്യശാലകൾ? UDF ഭരണകാലത്ത് എന്തായാലും മദ്യത്തെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കില്ല. കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ മദ്യശാലകൾ തുറന്നത്. മദ്യപിച്ചും മയക്കുമരുന്നടിച്ചും ആളുകൾ നശിക്കണം. കൂലിപ്പണിക്കാരൻ്റെയും ഇടത്തരക്കാരൻ്റെയും കുടുംബങ്ങൾ പട്ടിണിയിലാകണം. കാരണം കിട്ടുന്നതിൽ കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ചിലവാക്കിയാൽ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകും. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടാൽ ആരെങ്കിലും കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ കൊല്ലാനോ ചാകാനോ പോകുമോ? ഇല്ല. അപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെടരുത്. മെച്ചപ്പെട്ടാൽ കമ്മ്യൂണിസം അവിടെ തീരും. മയക്കുമരുന്നടിച്ച് കിറങ്ങി നടക്കുന്ന ചെറുപ്പക്കാർ ഒരിക്കലും സമൂഹത്തെയും രാജ്യത്തെയും കുടുംബത്തെയും ഭാവിയെയും ജീവിതത്തെയും ഒന്നും കുറിച്ച് ചിന്തിക്കില്ല. അവർ രാഷ്ട്രീയം പറയില്ല. ആർക്കെന്ത് സംഭവിച്ചാലും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്ക് കുപ്പിയും കഞ്ചാവും വാങ്ങാനുള്ള പണം എങ്ങനെ ഒപ്പിക്കാം എന്നുള്ളത് മാത്രമായിരിക്കും ചിന്ത. അങ്ങനെയുള്ള തലമുറയെയാണ് അവർക്ക് ആവശ്യം. ശുദ്ധജലത്തിൽ ഒരിക്കലും കൂത്താടി ഉണ്ടാകില്ല, മലിനജലത്തിലെ കൂത്താടി ഉണ്ടാകൂ. അതുപോലെയാണ് കമ്മ്യൂണിസവും. ജീവിത നിലവാരം മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരിക്കലും കമ്മ്യൂണിസം നിലനിൽക്കില്ല. ദാരിദ്ര്യമുള്ള ഇടത്ത് മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ. ഇത്രയധികം മദ്യശാലകൾ തുറന്നതുകൊണ്ടാണ് മദ്യത്തിൻ്റെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ കയറൂരി വിട്ടതുകൊണ്ടാണ് കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിച്ചത്. മദ്യത്തിന് വില കൂടിയതോടെ പലരും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിച്ചു. മെക്സിക്കോ പോലെയായി മാറി കേരളം. ഇതൊക്കെ പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയും, പിണറായി വിജയനെ അപമാനിക്കുകയാണെന്ന് പറയും, CPM വിരുദ്ധനാണെന്ന് വിളിക്കും. പക്ഷേ ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കണ്ടേ? ഇനി 1 കൊല്ലം കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.